കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കൂട്ടുകാരെ, അവധിക്കാലം അടിച്ചു പൊളിച്ചില്ലേ? അവധിക്കാലം കഴിയാറായി, അതിനോടൊപ്പം വേനൽക്കാലം കഴിയാറായി. ഇനി ജൂൺ മാസം വരികയാണ്. ചൂടെല്ലാം കുറയാറായി. ഇനി മഴയുടെ നാളുകൾ. ഇത് 2024 മെയ് 19. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോ. ഞങ്ങൾ 6CL പെപ്സി ടീച്ചറിനും ഞങ്ങളുടെ കൂട്ടുകാരുടെയൊപ്പം സൈനിങ് ഇൻ സിയോൻ ആൻഡ് തീർത്ത. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അവധിക്കാലം മുഴുവൻ നിങ്ങൾ ഫോണിലായിരുന്നോ? എങ്കിൽ ഇതാ നിങ്ങൾക്ക് ഫോണിനെ പറ്റി ഗുണവും ദോഷവും പറഞ്ഞു തരാൻ അബ്രഹാം കെ സജി. നമസ്കാരം, എൻ്റെ പേര് അബ്രഹാം കെ സജി. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ടുള്ള ഗുണവും ദോഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു സാങ്കേതിക ഉപകരണമാണ് മൊബൈൽ ഫോൺ. ഗുണങ്ങളേറെയുള്ള ഈ ഉപകരണത്തിന് അത്ര തന്നെ ദോഷങ്ങളുമുണ്ട്. പ്രസിഡന്റ് മുതൽ കൂലിപ്പണിക്കാരൻ്റെ കയ്യിൽ വരെ ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ട്. സന്ദേശവിനിമയ രംഗത്ത് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മൊബൈൽ ഫോണിന് സാധിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ വളരെ വർദ്ധിച്ചു വരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് മൊബൈൽ ഫോണിൻ്റെ ആദ്യ ഉപയോഗം. ഏതു സ്ഥലത്തു നിന്നും ആരോടും വേണമെങ്കിലും സംസാരിക്കാനുള്ള രീതിയാണ് ഈ ഉപകരണത്തെ ജനകീയമാക്കിയത്. കമ്പ്യൂട്ടറിനെ പോലെയുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു ഇന്ന് മൊബൈൽ ഫോൺ. ഇങ്ങനെ ഏറെ ഗുണങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് മൊബൈൽ ഫോണിന്. മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ചാൽ ഏറ്റവും പ്രധാനമായ ആരോഗ്യ പ്രശ്നമാണ്. മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്നു. കാഴ്ചക്കുറവിന് ഇത് കാരണമാകുന്നു. അൽഷിമേഴ്സ് രോഗത്തിന് വരെ ഇടയാകുന്നു. വിദ്യാർത്ഥികൾ പഠന സമയത്ത് അധികമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ പഠനക്കുറവും അനാവശ്യ ബന്ധങ്ങളും സൃഷ്ടിക്കാൻ ഇടയാകും. അതുകൊണ്ട് മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു അബ്രഹാം. ഇനി നമുക്കൊരു കവിത കേട്ടാലോ? കവിതയുമായി ആൽഡ്രീന. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിവിടെയെല്ലാം മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെയങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി.
നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? താങ്ക് യു അൽഡ്രീന. ഇനി നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? പിയാനോ വായിക്കുന്നത് കേട്ടാലോ? വായിക്കുന്നത് റൈച്ചൽ. താങ്ക് യു റേച്ചൽ. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണനെ കുറിച്ചൊരു പാട്ട് കേട്ടാലോ? പാടുന്നത് ജിനോവിയൽ. അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നുവോ. അഗ്നിസാക്ഷിയായി ഇളത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുന നദിയായി കുളിരലയിളകും നിലവില്ലമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ഈറനോടെ എന്നും കൈവണങ്ങുമെൻ നിർമാല്യ പുണ്യം പകർന്നു തരാം. ഏറെ ജന്മമായി ഞാൻ നോമ്പു നോൽക്കുമെൻ കൈവല്യമെല്ലാം കാഴ്ചവയ്ക്കാം. വീളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം.
തുളസീദളമായി തിരുമലരടികളിലെന്നമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. താങ്ക് യു ജിനു. നമുക്ക് റേച്ചലിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് നല്ല സമയം എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണേ. കണ്ണിലാകെ പൂക്കൾ നിറയും മണ്ണിലാകെ പൂക്കൾ വിരിയും കാലം പൂക്കാലം. കനവിലാകെ നിങ്ങൾ മാത്രം, മനസ്സിലാകെ നമ്മൾ മാത്രം നമ്മൾ മാത്രം. ചങ്ക് പോലെ കാത്തിടേണ, ചങ്ക് പോലെ കൂടെ വീണമുയിരേ എന്നുയിരേ ഉയിരേ. ഒത്തുപോലെ കാത്തിടേണ, മുത്തവുമായി കൂടെ വീണമുയിരേ എന്നുയിരേ ഉയിരേ. കണ്ണിലാകെ പൂക്കൾ നിറയും മണ്ണിലാകെ പൂക്കൾ വിരിയും കാലം പൂക്കാലം. മനസ്സിലാകെ നിങ്ങൾ മാത്രം, കനവിലാകെ നമ്മൾ മാത്രം നമ്മൾ മാത്രം. ക്യൂട്ട് ബേബി അല്ലേ, നോട്ടി ബേബി അല്ലേ, സ്വീറ്റ് ഹാർട്ടുമല്ലേ, ഹാർട്ടിനുള്ളിൽ നിങ്ങളല്ലേ. നെഞ്ചിൻ താളമല്ലേ, കാലിൻ വേഗമല്ലേ, കണ്ണിൻ പീലിയല്ലേ, നീ എൻ പൊന്നല്ലേ. ഈ നാട് മുഴുവൻ നടന്നു കണ്ട്, കാട് മുഴുവൻ കറങ്ങി നടന്നു, കൂട്ടുകൂടി പഠിച്ചുകൊണ്ട് നേടേണം ഈ ലൈഫ് ആകെ ഒന്ന് മാത്രം. ചങ്സ് ആകെ നിങ്ങൾ ഫ്രണ്ട്സ് ഫോറെവർ. കണ്ണിലാകെ പൂക്കൾ നിറയും മണ്ണിലാകെ പൂക്കൾ വിരിയും കാലം പൂക്കാലം. കനവിലാകെ നിങ്ങൾ മാത്രം, മനസ്സിലാകെ നമ്മൾ മാത്രം നമ്മൾ മാത്രം. ചങ്ക് പോലെ കാത്തിടേണ, ചങ്ക് പോലെ കൂടെ വീണമുയിരേ എന്നുയിരേ ഉയിരേ. മുത്തുപോലെ കാത്തിടേണ, മുത്തവുമായി കൂടെ വീണമുയിരേ എന്നുയിരേ ഉയിരേ. കണ്ണിലാകെ പൂക്കൾ നിറയും മണ്ണിലാകെ പൂക്കൾ വിരിയും കാലം പൂക്കാലം. മനസ്സിലാകെ നിങ്ങൾ മാത്രം, കനവിലാകെ നമ്മൾ മാത്രം നമ്മൾ മാത്രം. താങ്ക് യു റേച്ചൽ. നമുക്ക് സ്റ്റേറ്റിനെയും ക്യാപിറ്റലിനെയും കുറിച്ച് അറിഞ്ഞാലോ? ഇത് പറഞ്ഞു തരുന്നത് ഗയ അനീഷ്. സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്: ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റ്നഗർ, ആസാം ഡിസ്പൂർ, ബീഹാർ പട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പാൻജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരള തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കൊഹീമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാടു ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ്, തിരുപ്പൂർ അഗർഡൽ, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ദെഹ്റാദൂൺ, വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത. താങ്ക് യു. താങ്ക് യു ഗയ. ഇത്രയും നേരം പരിപാടി അവതരിപ്പിച്ചത് എല്ലാവരും സിംഗിളായിട്ടായിരുന്നു. ഇനി നമുക്ക് ഗ്രൂപ്പ് സോങ് കേട്ടാലോ? അമയ, തീർത്ത ആൻഡ് സിയോന. ചന്ദനക്കിണ്ണം കുഞ്ഞമടക്കായലില്ലേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ മുടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ
പലിമേയുന്ന പുല്ലണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിളുക്കാം, കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം കുഞ്ഞമടക്കായിൽ വീണേ, കുഞ്ഞിലം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഉണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആചക്കിളി കൂവും നേരം, മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. പിന്നിൽ വന്നു കണ്ണു പത്താം, കണ്ടുവെന്ന് കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം. ഓണവില്ലും കൈകളിലേറി ഊഞ്ഞാലാടാം, വീരി നിർത്തുന്ന കോലമയിലാൽ മുടിയിലോടുന്ന മിട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാം. വെണ്ണില ചന്ദന കിണ്ണം കുഞ്ഞമടക്കായലിൽ വീണേ, കുഞ്ഞില കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കണ്ണാടും പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചുട്ടിൽ കൊത്തങ്കല്ലാടാമെന്നും, ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. നാളെ കിന്നര കുരുവിക്ക് ചോറൂണ്, പിന്നെ അണ്ണാറ കണ്ണന് പാലോട്ട്, ദൂരെ അപ്പൂപ്പൻ താടിക്ക് കല്യാണം, കുട്ടിയാനയ്ക്ക് നീരാട്ട്. വെണ്ണില ചന്ദന കിണ്ണം കുഞ്ഞമടക്കായൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം, മഞ്ഞളിൻ തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. താങ്ക് യു അമ്മ ആൻഡ് ടീം. സിറ്റ്സിയിലെ പെപ്സി ടീച്ചറിൻ്റെയും കുട്ടികളുടെയും റേഡിയോ പ്രിയോ ഇത് അവസാനിക്കുന്നു. ഇനി റേഡിയോ പ്രിയോ അടുത്ത ആഴ്ച. സൈനിങ് ഓഫ്, സിയോൺ ആൻഡ് തീർത്ത. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹായ്, ദേ ജിനു ആൻറ്റി ആണല്ലോ അത്. ആൻറ്റി ഇവനെയും കൊണ്ട് എങ്ങോട്ടാണ്? സെന്റ് ഫിലോമിനാസിലും അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞ് ഇവനെ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അത് കൊള്ളാം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മികച്ചത് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന വിശാലമായ ലൈബ്രറി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, AC കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട്, കമ്പ്യൂട്ടർവൽക്കരിച്ച ക്ലാസ് റൂമുകൾ, ഉച്ചഭക്ഷണം, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനം, 5ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനത്തിനായുള്ള അവസരങ്ങൾ, ചിത്രരചന ക്ലാസുകൾ, ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ് നിർമ്മാണം, ഫാഷൻ ഡിസൈനിങ്, പാചക പരിശീലനം, കരാട്ടെ, സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ, അതിഗംഭീരമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബാൻഡ്, കായിക ഇനങ്ങളായ ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്ലാസുകൾ, കലാപരമായ കഴിവുകൾ വളർത്താൻ ആവശ്യമായ ഗിറ്റാർ വയലിൻ ക്ലാസുകൾ എന്നിവ ഇവിടെയുണ്ട്. SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളും NMMS, USS തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനവും KCSL മോറൽ സയൻസ് ക്ലാസുകളും ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിയെ സ്നേഹിച്ചു വളരാൻ ഞങ്ങൾക്ക് ഹരിതസഭയും നേച്ചർ ക്ലബ്ബുമുണ്ട്. ഓരോ വിശേഷ അവസരങ്ങൾക്കും മാറ്റുകൂട്ടാൻ വിഷയാധിഷ്ഠിത ക്ലബ്ബുകളും. പിന്നെ ഞങ്ങളുടെ എല്ലാം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി തരുന്ന സെന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ. 162 എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്നു. കലാകായിക മത്സരങ്ങളിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ ധാരാളം പ്രതിഭകൾ സ്കൂളിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങളെ മക്കളായി കണ്ട് കൂടെ കൊണ്ടു നടന്ന് പാഠങ്ങൾ പറഞ്ഞു തന്ന, അറിവിൻ്റെ ആഴങ്ങൾ പകർന്നു തരുന്ന ഞങ്ങളുടെ സ്വന്തം ഗുരുക്കന്മാരും. സെന്റ് ഫിലോമിനാസിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ അറിയാൻ കഴിഞ്ഞല്ലോ. സംസാരിച്ച് നടന്ന് സ്കൂളെത്തിയത് അറിഞ്ഞില്ല. അവിടെയാണ് ആൻറ്റി ഓഫീസ് റൂം. താങ്ക് യു മക്കളെ. ടാറ്റാ. ബൈ. കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളിലെത്തി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മടിച്ചിരിക്കേണ്ടാട്ടോ, പോന്നോളൂ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. LP സ്കൂൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു.
കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ